Mariam Bosu David Dashuvai. നമസ്കാരം. നിഴലുകളും പൊരുളുകളും വേദപുസ്തകത്തിലെ 2 പദപ്രയോഗങ്ങളല്ല, പാഠങ്ങളാണ്, വായനകളാണ്, ധ്യാനമാണ്. പഴയ നിയമത്തിലെ പല നിഴലുകളും പുതിയ നിയമത്തിൽ പൊരുളുകളാകുന്നുണ്ട്. അങ്ങനെയൊന്നുണ്ടോ എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. പഴയ നിയമത്തിൽ പരാമർശിക്കുന്നതായ ന്യായപ്രമാണം പുതിയ നിയമത്തിൽ സുവിശേഷമാകുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും നിബിയന്മാരും പുതിയ നിയമത്തിൽ ശ്ലീഹന്മാരാകുന്നു. പഴയ നിയമത്തിലെ മശിഹ പുതിയ നിയമത്തിൽ ക്രിസ്തുവായി മാറുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങൾ, ബലിയർപ്പണങ്ങൾ, ഇതൊക്കെ പരമമായ കാൽവരിയിലെ ബലിയാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്ന പുതിയ ജീവന്റെ അപ്പമായി മാറുന്നു. എത്രയെത്ര ഉദാഹരണങ്ങൾ അനന്തമില്ലാതെ ഇങ്ങനെ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുന്നുണ്ട്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ആകാശത്ത് നിന്നും ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ യോനാ ദീർഘദർശിയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവുമില്ല. പഴയ നിയമത്തിലേതാണ്. 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതുപോലെ ക്രിസ്തുവും മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. ഓരോ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആദ്യ മനുഷ്യനായ ആദാം, 2ാം മനുഷ്യനായ ക്രിസ്തു അനുസരണത്തിന്റെ പ്രതീകമായി. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ 2 നിയമങ്ങളെയും ചേർത്ത് വെക്കുകയാണ്. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ പുതിയതും പഴയതും തമ്മിൽ ഒരു ജാതീയമായ ഭ്രഷ്ട കൂടി മാറ്റി നിർത്തുന്ന ഒരു വലിയ വാക്ക് കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ദിവസങ്ങൾ, ജനന പെരുന്നാളിൻ്റേത്. പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തം ചില വാക്കുകളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, ആരാണവൾ? വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ്. പഴയ നിയമത്തിലെ പല നിഴലുകളും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹറോന്റെ തളർത്ത വടി, നിയമത്തിൻ്റെ പേടകം, ശ്ലേമോന്റെ റൂമാൽ, ഇതൊക്കെ ഇടമുറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗിദെയോന്റെ രോമക്കെട്ട്. വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതായ ഉദാത്തമായ ഒരു രൂപം പഴയ നിയമവുമായി വളരെ ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ട് വളരെ ലളിതമായി ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, നീതിസൂര്യനായ ക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അവൻ്റെ അമ്മയായ മറിയമല്ലാതെ മറ്റാരുമല്ല. അവളുടെ സ്ഥാനം സർവ്വസൃഷ്ടികൾക്കും മിതയാണ്. ചന്ദ്രൻ അവളുടെ കാൽക്കീഴിലാണ്. സൃഷ്ടികളെല്ലാം അതിന് താഴെയാണ് വരുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ അണിഞ്ഞിരിക്കുകയാണ്. 12 നക്ഷത്രങ്ങൾ 12 ഗോത്രങ്ങളുടെ സൂചനകളാണ്. ചില നക്ഷത്രങ്ങളൊക്കെ താഴെ വീണുപോകുന്ന ചിലരെ കുറിച്ചാണ്. വിശുദ്ധിയുടെ പടവുകളിൽ ഇരുന്നിട്ടും വീണുപോകുന്ന ചില ആളുകളെ കുറിച്ചുള്ള സൂചനയാണ് അത്. അവൾ പ്രസവിച്ച ശിശുവിനെ വിഴുങ്ങുവാനായി വന്ന മഹാസർപ്പം ഈ ഭൂതലത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ ഒരു പ്രതിരൂപമാണ് സാത്താൻ. അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ അവൾക്ക് 1260 ദിവസം, അതൊരു സംഖ്യയാണ്. അത് ജാതികൾക്കും ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടി കൃത്യമായി ഭാഗിച്ചു കൊടുത്തിരിക്കുന്ന സംഖ്യയാണ്. തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട്. 11ാം അധ്യായം 3ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികളുടേതാണെന്ന് പറയുന്നുണ്ട്. അത് ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പൂമുഖം ആർക്കൊക്കെയാണെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള മറ്റൊരു പഠനമാണത്. അവളെ നശിപ്പിക്കുവാനായ ഒരു മരുഭൂമിയിൽ വെള്ളപ്രവാഹമുണ്ടാകുന്നു. പഴയ നിയമത്തെ ചെങ്കടലിലൂടെ വലിച്ചെടുത്തതിൻ്റെ ഒരു സൂചനയാണ് അത്. അവൾക്ക് കഴുകിൻ്റെതായ ബലിഷ്ഠമായ ചിറകുകൾ ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു പരമമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ പ്രയാണങ്ങളിലൊക്കെ. ഇപ്രകാരം വളരെ വ്യക്തമായി വരച്ചു ചേർത്തിരിക്കുന്നതായ വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവ് തന്നെയാണ്. ഓർക്കുക, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലെല്ലാം നമുക്ക് ഏകകണ്ഠമായ അഭിപ്രായമാണ്. സൂര്യൻ ആരാണ്, പ്രതിയോഗി ആരാണ്. പക്ഷേ ഈ സ്ത്രീ ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും നമ്മൾ ചില ആളുകളെങ്കിലും വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ മനസ്സിലെ അബദ്ധ ചിന്തകളും അവമതിപ്പുകളും മാലിന്യങ്ങളുമെല്ലാം മാറ്റിവെച്ച് വിശുദ്ധിയുടെ വായനയിലൂടെ നാം മുന്നേറുമ്പോൾ നമുക്ക് മുമ്പിൽ തെളിയുന്ന വിശുദ്ധിയുടെ മറ്റൊരു മകുടമാണ് പരിശുദ്ധിയായ അമ്മ. എത്രമാത്രം
വിശുദ്ധിയോടുകൂടി ആ അമ്മ മകനെ പരിലാളിച്ചു വളർത്തി എന്നതിന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്നുള്ളത്. ആ ഒരു ഓർമ്മയിൽ ഈ ഒരു വാചകത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് വളരെ നന്ദിയോടെ പറയാം, മാതൃദൈവവും Man ezhavi bzani yodolek lo yo ke bzul tadqiso kadi